എടാ ഫുട്ബോൾക്കാരാ, ഈ ഫുട്ബോൾ ബോംബ് പ്ലാൻ വർക്കൗട്ട് ആവില്ലേ? ഷേർ സിംഗ് സാറേ, എല്ലാ പ്രശ്നങ്ങൾക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആരാണ്? ഫുട്ബോൾ മാൻ. ഇതുവരെ ഈ ഫുട്ബോളിൽ തൊട്ടവരൊക്കെ എല്ലാവരെയും മുകളിലേക്ക് അയച്ചിട്ടുണ്ട്. കണ്ടുകൊണ്ടേയിരിക്കൂ, കണ്ടുകൊണ്ടേയിരിക്കൂ. ഹലോ ചൗരി സാറേ, ഈ ഫുട്ബോൾ കറങ്ങി നിൽക്കുന്നതിന് മുമ്പ് ഈ കടയിലുള്ള എല്ലാ സ്വർണങ്ങളും ഡയമണ്ട്സും എന്റെ ആൾക്കാരുടെ അടുത്ത് കൊടുക്കണം. അല്ലെങ്കിലോ നിന്റെ ആളുകളെല്ലാം കണ്ട് ഞാൻ പേടിക്കാൻ പോകുന്നില്ല. നീ അവിടെ നിക്ക്, ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് വിവരം പറയാം. ഹലോ, പോലീസ് സ്റ്റേഷനോ? ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ബോൾ കറങ്ങി കഴിഞ്ഞു. ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് അനുസരിച്ചോ, അല്ലെങ്കിൽ നീ ഒരുപാട് വേദനിക്കും. കാരണം വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. അപ്പൊ ആദ്യത്തെ പേര് എന്താണ് ബോസ്? ഇതെന്ത് പണിയാ ചെയ്ത? ബോൾ എന്തിനാ നിർത്തിയേ? എല്ലാവരും വേഗം താഴെ കിടക്കൂ. എന്നെ ഒന്ന് എടുക്കുമോ? എന്നെ ഒന്ന് എടുക്ക്, എന്നെ ഒന്ന് എടുക്ക്, എന്നെ ഒന്ന് എടുക്കാതെ. ഇപ്പൊ മനസ്സിലായില്ലേ? വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. വേഗാവട്ടെ, വേഗാവട്ടെ, വേഗാവട്ടെ. എല്ലാം എടുക്ക, എല്ലാം എടുക്ക. ഒന്നും എടുക്കാൻ മറക്കരുത്. വേഗം വേഗം. അനങ്ങിപ്പോകരുത്. അനങ്ങിപ്പോകരുത്. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ഷേർ സിംഗെ, മര്യാദയ്ക്ക് വന്ന് സറണ്ടർ ആയിക്കോ. നിയമത്തിന്റെ കൈകൾ വളരെ നീളമുള്ളതാണ്. ഓടാൻ ശ്രമിച്ചാൽ ഞാൻ നിന്നെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ഇത് ആരുടെ കുട്ടിയാണ്? കുറെ നേരമായല്ലോ എന്നെ എടുക്കൂ, എന്നെ എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നിന്നെയാണോ? ഇതേ ഞാൻ എടുക്കാം. എടാ ഫുട്ബോൾ മോനെ, കയ്യിലുള്ളതൊക്കെ തീർന്നു പോയോ? ഇപ്പൊ എന്താ ചെയ്യാ? നീ ഓടേണ്ട എല്ലാ പാതകളും അടച്ചിരിക്കുന്നു. ഇപ്പൊ നീ എവിടെ പോയാലും ഈ കട്ടുപെട്ടു അവിടെ ഉണ്ടാകും. നീ ഇപ്പൊ ആ കടയിൽ എന്തൊക്കെയാണ് മോഷ്ടിച്ചത് അതെല്ലാം അവിടെ തന്നെ തിരികെ വെച്ചിട്ട് നീ തന്നെ സറണ്ടർ ആവുന്നതാണ് നല്ലത്. എടാ ഭീമ, നമ്മൾ ആരാന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കടാ. അവിടെ കിടക്ക്. എന്റെ അടുത്ത് മാറി നിക്ക്. എന്നെ കുറിച്ച് എന്താ നീ വിചാരിച്ചോണ്ടിരിക്കുന്നത്? എനിക്കത് ഫൈറ്റ് ചെയ്യാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? എനിക്ക് നല്ലോണം ഫൈറ്റ് ചെയ്യാൻ അറിയാം. നീ വേണമെങ്കിൽ ഇപ്പൊ നോക്കിക്കോ എന്റെ ഫൈറ്റിംഗ്. കണ്ടില്ലേ ഈ ബട്ടുവിന്റെ പവർ? ഗട്ടു, നീ എവിടെയാ? കണ്ടില്ലേ ബട്ടുയുടെ പവർ എന്താണെന്ന് നിങ്ങളിപ്പോ കണ്ടില്ലേ? താങ്ക് യു ബട്ടു, നിന്റെ പഞ്ചില് ഭയങ്കര സ്ട്രെങ്ത് ആണ്. എന്റെ കർണക്കുറ്റിക്കിട്ടാ കൊണ്ടത്. ഗട്ടു അവന്റെ സ്വന്തം ഫ്രണ്ടിനെ തന്നെ അടിച്ചു വന്നോ? ഇത് ശരിയല്ലല്ലോ. സോറി സോറി, ഒരു തെറ്റ് സംഭവിച്ചത് പോലെ. വെരി സോറി. പ്ലീസ് ബട്ടു, എനിക്കൊരു സഹായം ചെയ്യണം. നീ ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കുവോ പ്ലീസ്?
ആ വന്നോളൂ വന്നോളൂ. ഓയ്, ഡിസ്ക. ഓയ്, ഓയ്, ഡിസ്ക. ഓയ്, ഓയ്. ഡിസ്ക. ഓയ്, ഡിസ്ക. ഓയ്, ഡിസ്ക. ഓയ്, ഡിസ്ക. ഓയ്. ക, ക, ക. സാബ്ജി ചൂടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട്. സാബ്ജി വേഗം താഴേക്ക് വരൂ. ഗട്ടു പറ്റു സാബ്ജിക്ക് ചെവി കേൾക്കുന്നില്ലെന്നാ തോന്നുന്നേ. ഞാൻ തന്നെ മുകളിൽ പോയി സൂപ്പ് കൊടുക്കാം. സാബ്ജി ഈ ഗട്ടു പട്ടു സാബ്ജി മുകളിലേക്ക് പോവാൻ എന്ത് വഴി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? എനിക്കിപ്പോ ഓഫീസിൽ പോകുന്ന ഫീലിംഗ് അല്ല വരുന്നത്. എന്തോ ഒരു ട്രാക്കിങ്ങിന് പോകുന്ന ഫീലിംഗാ വരുന്നേ. ഓ സാബ്ജി, ഇതാ സാബ്ജി സൂപ്പ് കുടിച്ചോളൂ. ഓഹോ, ടിങ് ടോങ്, ടിങ് ടോങ്. സോറി 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 കേട്ടോ, ഞാൻ നിന്നെ കണ്ടതേ ഇല്ല. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, വീണ്ടും എനിക്ക് വേണ്ടി ഒരു നല്ല സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരുമോ പ്ലീസ്? ശരി സാബ്ജി, ഞാൻ വീണ്ടും ഉണ്ടാക്കി കൊണ്ടുവരാം. ഗട്ടു പെട്ടെന്ന് പ്രാക്ടീസ് തീർക്ക്. ബട്ടുവിടെ 6th സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നം അതെന്താണെന്ന് മാത്രം അറിയില്ല. ഓ എന്റെ ബട്ടു, നിന്റെ 6th സെൻസിന്റെ റേഞ്ച് വലുതാണല്ലോ ഇപ്പോൾ. നമ്മൾ നമ്മുടെ വീട്ടിലാണെന്നുള്ള കാര്യം നീ മറന്നോ? ഇവിടെ എന്ത് പ്രശ്നമുള്ളത്? എടാ ഫുട്ബോൾ മോനെ, ഫുട്ബോൾ മോനെ, ഇനിയും എനിക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റില്ല. എത്ര കൊല്ലങ്ങളായി ഞാൻ ഈ ഗട്ടുപട്ടുള്ള കഥ കഴിക്കാൻ കാത്തിരിക്കാന്നറിയോ? ആ സമയം ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. എടാ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഗട്ടുപട്ടുള്ള ഫെയർവെൽ ആഘോഷിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ രണ്ടുപേരും പാർട്ടി എൻജോയ് ചെയ്തോണ്ടിരിക്കാനോ? ഇങ്ങെടുത്ത രണ്ടുപേരും ഇങ്ങെടുത്ത. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അതിന്റെ പകുതി പങ്ക് എനിക്ക് തരണം. കാരണം ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. മനസ്സിലായോ? മനസ്സിലായി ബോസ്. ഞങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതിൽ പകുതിയും നിങ്ങളുടേതാണെന്ന് ബോസ്. ഇന്ന് പിടിച്ചപ്പോൾ ഇത് കൊണ്ടുപോയി ആരും കാണാതെ ഗട്ടു ബട്ടുവിന്റെ ഓഫീസിൽ കൊണ്ടുപോയി വെക്കേ. അതിനുശേഷം ഈ ബോൾ അതിന്റെ ജോലി നോക്കിക്കോളും. എന്നെ ഒന്ന് എടുക്കൂ, എന്നെ ഒന്ന് എടുക്കൂ, എന്നെ ഒന്ന് എടുക്കൂ. ഇതെന്താണ്? ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ടിവിന്ന് ഫുട്ബോൾ എങ്ങനെ വീട്ടിനകത്തേക്ക് വന്നു? എന്താണെങ്കിലും കൊള്ളാം, ഫുട്ബോൾ കൊള്ളാലോ, നമുക്ക് എടുത്തേക്കാം. വളരെ നന്നായിട്ടുണ്ട്. എവിടെന്നാണ് ഈ സൗണ്ട് വന്നത്? എന്താ സംഭവിച്ചത്? ടിങ് ടോങ് അവിടുന്ന് മാറിക്കോ. ഓ വീണ്ടും വീണ്ടും സോറി ഉണ്ട് ടിങ് ടോങ്. എനിക്ക് തോന്നുന്നു ഇന്ന് സൂപ്പ് കുടിക്കാനുള്ള യോഗം ഇല്ലെന്നാ. അല്ല ബട്ടു, ബട്ടു എവിടെയാ ഉള്ളത്? ബട്ടു നീ എവിടെയാ ഉള്ളത്? നേരിൽ വാ. ഇതാരാണ്? നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിനകത്ത് വന്നിരിക്കുന്നത്? ടിങ് ടോങ്, ഇദ്ദേഹത്തെ ഒന്ന് പറഞ്ഞയക്ക്. ബട്ടു നീ എവിടെയാ ഉള്ളത്? ബട്ടു ഇങ്ങോട്ട് വാ, വേഗം പുറത്തേക്ക് പോ. സാറ് പറഞ്ഞത് കേട്ടില്ലേ? പുറത്തേക്ക് പോവാൻ വേഗം പോയിക്കൊണ്ടിരുന്നു. ഏയ് ഗട്ടു, ഇത് ഞാനാ നിന്റെ ഫ്രണ്ട് ബട്ടു. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? അല്ല, ബട്ടുവിന്റെ ശബ്ദം കേട്ടതുപോലെ എനിക്ക് തോന്നിയല്ലോ. ഇത് ബട്ടു അല്ലേ? നീ എങ്ങനെയാ ഇങ്ങനെ ആയത്? ഗട്ടു, എനിക്ക് എന്താ സംഭവിച്ചതറിയില്ല. ഒരു ഫുട്ബോൾ എങ്ങനെയാ പെട്ടെന്ന് എന്റെ ഫ്രണ്ടിലേക്ക് വന്നെന്ന് അറിയില്ല. പിന്നെ അതൊരു പാവം പോലെ മുഖം വെച്ചിട്ട്
എന്നെ ഒന്ന് പൊക്കുവോ, എന്നെ ഒന്ന് പൊക്കുവോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് എമോഷണൽ ആയി പോയി. അങ്ങനെ ഞാൻ പൊക്കി, പിന്നെ ബ്ലാസ്റ്റ് ആയി പോയടാ, ബ്ലാസ്റ്റ് ആയി. ബോള് ബ്ലാസ്റ്റ് ആയെന്നോ? അങ്ങനെ ഒരു ബോള് നമ്മുടെ വീട്ടിനകത്തേ ഇല്ല. ഇതിന്റെ പുറകിൽ ആരോ കളിച്ചിട്ടുണ്ട് പട്ടു. ഒരു മിനിറ്റ് എടാ ഫുട്ബോൾ മോനെ, നീ എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? ഒറ്റ ബ്ലാസ്റ്റിൽ കട്ടുപെട്ടു രണ്ടുപേരും മുകളിലേക്ക് പോവുമെന്നല്ലേ? പക്ഷെ സംഭവിച്ചത് എന്താ? ആ ബോംബ് വീട്ടിൽ പൊട്ടിയതിനു ശേഷം അവര് രണ്ടുപേരും ഒരു കേടുപാടും ഇല്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇത് ശരിക്കും ബോംബ് തന്നെയാണോ അല്ലെങ്കിൽ പടക്കക്കടയിൽ നിന്ന് എടുത്തിട്ട് വന്നതാണോ? ഞാൻ കെട്ടുപട്ടുണ്ടാക്കിയത് ഡബിൾ സ്ട്രോങ്ങിലാ ഉണ്ടാക്കിയേ. പക്ഷേ ഇതിൽ പകുതി ബോംബ് മാത്രമാണ് പൊട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പകുതി പൊട്ടാതിരുന്നത്? പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ്? വേറെ ഒരു റീസണും ഇല്ല സാറേ. ആ ബോളിലുള്ള മരുന്ന് ഞങ്ങളാണ് പകുതി എടുത്ത് മാറ്റി വെച്ചത്. ഞങ്ങളുടെ ബോസ് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതിൽ പകുതി എന്റേതാണ്, എന്റെ അടുത്ത് എന്തൊക്കെയുണ്ടോ അതിൽ പകുതി നിങ്ങളുടേതാണ്. ഞങ്ങൾ പക്ഷാഭേദമൊന്നും കാണിച്ചിട്ടില്ല. ഇതാ നിങ്ങളുടെ പകുതി മരുന്ന്, പിടിച്ചോളൂ, ഇത് നിങ്ങൾക്കുള്ളതാണ് ബോസ്. അങ്കിൾ അങ്കിൾ എന്നെ ഒന്ന് എടുക്കുമോ, എന്നെ ഒന്ന് എടുക്കുമോ? എടാ മണ്ടന്മാരെ, ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വെറുതെ വിടില്ല. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. മമ്മി മമ്മി എന്റെ പട്ടം. എന്നെ താഴെ ഇറക്ക് വേഗം. എടാ മണ്ടന്മാരെ, എന്നെ ഒന്ന് സഹായിക്കടാ, എന്നെ ഒന്ന് താഴെ ഇറക്ക്. ആദ്യം നിങ്ങളാണ് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിന്റെ പകുതി നിങ്ങളുടേതാണെന്ന്. ഇപ്പൊ ഞങ്ങൾ തന്നതിന് ശേഷം നിങ്ങൾ ഞങ്ങളോട് വഴക്കടിക്കുന്നു. ഇനി ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കില്ല, നിങ്ങളോട് മിണ്ടില്ല. എടാ പിണക്കൊക്കെ പിന്നെ മതിയടാ, ആദ്യം എന്നെ താഴെ ഇറക്കി വിടെ. ഒന്ന് വേഗം. പുറത്തു നിന്നൊരു ശബ്ദം കേട്ടല്ലോ. അവിടെ നോക്കാം പട്ടു. വരൂ ശരി വാ. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. ഈ ബോള് ബ്ലാസ്റ്റ് ചെയ്യുന്ന നാടകം നിങ്ങൾ ചെയ്തതാണല്ലേ? ആഹാ. അതെ, ഞാൻ തന്നെയാണ് ചെയ്തത്. ഈ ഫുട്ബോൾ മാന്റെ ഫുട്ബോൾ തൊട്ടാൽ അവൻ ആരായാലും ഉടൻ തന്നെ മേലോട്ട് പോകുന്നതായിരിക്കും. എന്താ മനസ്സിലായോ? എന്റെ ആദ്യത്തെ യുദ്ധം നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി എന്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഈ ഗിഫ്റ്റ് മാത്രം വാങ്ങിക്കരുത്. നമ്മൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മേലെ കൊണ്ടുപോകും. ഓ എന്റെ ബട്ടു, നീ ടെൻഷൻ അടിക്കാതിരിക്കേ. ആ ബോൾ ഇവിടെ വീഴാൻ പാടില്ല. എന്റെ സാജി, അവര് 3 പേരുണ്ട്. ഞാൻ ഇവിടെ ചേരാം. സാജി, ഇപ്പൊ ഞാൻ വന്നത് കൊണ്ട് ശരിയായില്ലേ? എടാ, ഇത് വോളിബോൾ കളിക്കുന്ന സമയാണോ? ആദ്യം എന്നെ ഒന്ന് താഴെ ഇറക്കി വിടറാ. ആ ബോസ് കുറച്ചു സമയം അവിടെ വെയിറ്റ് ചെയ്യൂ. മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവാ. ആ ബോസ് നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ. എന്നെ ഒന്ന് എടുക്കോ. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? എപ്പോ നോക്കിയാലും എന്റെ അടുത്താണല്ലോ വരുന്നത്. നീ കാരണമാണ് ഞാനിപ്പോ ആകാശത്തിൽ പറക്കുന്നത്. എന്നിട്ടും നിനക്ക് മതിയായില്ലേ? വേഗം വേനെടുക്കാൻ. ബോസ് സൂക്ഷിച്ചു വരണേ. ബട്ടു വേഗം ജീപ്പ് സ്റ്റാർട്ട് ചെയ്യ്. വേഗം അയാളുടെ പുറകിൽ പോ. ബട്ടു ജീപ്പ് നിർത്താതെ ഓടിക്കണം. ആ ബോളിനെ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഫുട്ബോളിൽ ഡബിൾ ഡോസ് വെച്ചിട്ടുണ്ട്. ഡബിൾ ഡോസ്. ഇനി അവർക്ക് ജീവൻ ഉണ്ടാവില്ല.
ഗട്ടു ആ ബോള് ഭയങ്കര സ്പീഡിലാ വന്നോണ്ടിരിക്കുന്നത്. അങ്ങനെ വന്ന ബ്ലാസ്റ്റ് ആവല്ലോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? പെട്ടെന്ന് പറ, നമ്മൾ എന്താ ചെയ്യാ? നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ബട്ടു. ജീപ്പിനെ 360 ഡിഗ്രി തിരികെ. കമോൺ ബട്ടു, ജീപ്പ് തിരികെ, വേഗമാകട്ടെ. ഷേർസിംഗ്, ഈ ഗട്ടുബട്ടു എന്തൊരു ചീറ്റിംഗാ ചെയ്യുന്നത്? ഇത് ചീറ്റിംഗ് ആണ്. എന്റെ ഫുട്ബോൾ കൊണ്ട് ഹോക്കി കളിക്കുക. നിങ്ങളൊന്ന് നോക്കിയേ. എടാ ഫുട്ബോൾ മോനെ, ഗട്ടുബട്ടുവിനെ കുറിച്ച് ഞാൻ പിന്നീട് തെളിയിച്ച് പറഞ്ഞു തരാം. ഓക്കേ, ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടുന്നതായിരിക്കും ബുദ്ധി, അല്ലെങ്കിൽ തല്ലുകൊള്ളേണ്ടി വരും. വേഗം പോവാം. ബോസ്, ആ ബോള് നമ്മളെ വേണ്ട അടുത്തൊക്കെ വന്നോണ്ടിരിക്കാ. നീയും ഈ വാലിനെ 360 ഡിഗ്രി ചുറ്റിയിട്ട് ഓടിച്ചുകൊണ്ടായിരിക്ക. ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഓടിക്കേ. ആ ഓക്കേ. ഇതാ അനങ്ങിപ്പോകരുത്. ഗട്ടു, ഒരു ബോളിന് പകരം ഇപ്പൊ കുറെ ബോളാണ് വരുന്നത്. ഇവിടെ നിന്നാ ഇപ്പൊ വലിയ പ്രശ്നമായി മാറും. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. Come on, നീ എങ്ങോട്ടായി പോകുന്നത് ബട്ടു? ഓ എന്റെ ബട്ടു, നമ്മൾ ഒരുമിച്ചുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കേണ്ടത്? ഗട്ടു ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് ഒന്നുമല്ല. എടാ ഫുട്ബോൾ മോനെ, എന്തെങ്കിലും ചെയ്യ്. അവര് നമ്മുടെ പുറകെയാണ് വന്നോണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം ആ ബോൾ എന്റെ അടുത്ത് വരണത് മനസ്സിലായോ? സാറേ സൂക്ഷിക്കണം സാറേ. ഒന്നല്ല രണ്ടല്ല 4 ബോളാണ് നമ്മളുടെ സൈഡിലേക്ക് വരുന്നത് സാറേ. ഇപ്പൊ എന്തെടുക്കാൻ പോവാണ് സാറേ? ഞാൻ ആരെയും എടുക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ എന്നെ എടുത്തോട്ടെ. എന്നോന്നെടുക്കോ, 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 എന്നോന്നെടുക്കോ. അങ്കിൾ, അങ്കിൾ, എന്നോന്നെടുക്കോ, എന്നോന്നെടുക്കോ, എന്നോന്നെടുക്കോ. മമ്മി, മമ്മി, നോക്കി, ആ കള്ളൻ എന്റെ പട്ടം മോഷ്ടിച്ചോണ്ട് പോവാ. ഞാൻ കാണിച്ചു തരാം. എന്നെ രക്ഷിക്കേ. മന്മാനി സാറേ, കറക്റ്റ് സമയത്ത് തന്നെ വീണ്ടും എത്തിയല്ലോ. ഇതാണ് നിങ്ങളുടെ പ്രശ്നക്കാരൻ. ഫുട്ബോള് കളിച്ച് കളിച്ച് ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാതെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ എന്തായാലും നിങ്ങളുടെ നിയമത്തിന് വിട്ടുകൊടുക്കാം അല്ലേ? എന്നാ ചെല്ലു മോനെ. എന്നാ വാടോ, നമുക്കിനി ജയിലിൽ വെച്ച് ഫുട്ബോൾ കളിക്കാം. എടാ, എപ്പോഴെങ്കിലും ആരെങ്കിലും എന്നെ താഴെ ഇറക്കി വിട്. എന്നെ രക്ഷിക്കേ. അനങ്ങിപ്പോകരുത്. ഗെയിം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ജയിലിൽ വെച്ച് കാണിച്ചു തരാം. അത് ഫുട്ബോൾ അല്ല, നിന്റെയൊക്കെ എല്ല് പൊട്ടിക്കുന്ന ഗെയിം. മനസ്സിലായോ?